യൂദായുടെ ലേഖനം ആണ് നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രിയ സഹോദരൻ സുജോ ബ്രദർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കാര്യം ഓർപ്പിച്ചിരുന്നു, നമ്മളെല്ലാവരോടുമായി പറഞ്ഞിരുന്നു. വെളിപ്പാട് പുസ്തകത്തെ ദാനിയേൽ പ്രവചനം, യേശുവിൽ പ്രവചനം, ഈ കാര്യങ്ങളെല്ലാം കൂടെ സംയോജിപ്പിച്ച് നമുക്ക് പഠിക്കാമെന്നുള്ള താല്പര്യം പറഞ്ഞിരുന്നു. അത് യൂദായുടെ ലേഖനം പഠിച്ചതിന് ശേഷം ദൈവം നമുക്ക് അനുവദിക്കുന്ന പക്ഷം നമുക്കത് ചെയ്യാമെന്ന് ഞാൻ കർത്താവ് ആശിക്കുന്നു, താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും ആ കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ യൂദാ എഴുതിയ ലേഖനം ഒറ്റൊരു അധ്യായമേ ഉള്ളൂ, നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ളതാണ്. ഈ യൂദ എന്ന് പറയുന്ന മനുഷ്യൻ, യൂദ എന്ന പേര് നമ്മൾക്ക് വെച്ച് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി യൂദ എന്ന പേര് മറക്കത്തില്ല. കാരണം യേശുവിനെ ഒറ്റപ്പെടുത്ത യൂദ ഇസ്കരിയോത്ത് ആയതുകൊണ്ട് യൂദ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ആ യൂദയെ കുറിച്ച് അല്ലാതെ പറയുന്നത് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ യൂദ യേശു ക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിന്റെ കുടുംബത്തിൽ യേശുക്രിസ്തുവിന്റെ വളർത്തപ്പനായിരുന്ന യോസേഫിനും മറിയയ്ക്കും ജനിച്ച മകനാണ് യൂദ. യേശുക്രിസ്തുവിന്റെ കുടുംബത്തിൽ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ താഴെ 4 സഹോദരന്മാരും 2 സഹോദരിമാരും യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതിലൊരുവനായിരുന്നു യൂദ. യൂദ ഇവിടെ പറയുന്നത് അങ്ങനെ ആ ബന്ധമൊന്നും യൂദ പറയുന്നില്ല. യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ, യേശുവിനെ പ്രസവിച്ച അമ്മ മറിയ, ഈ മറിയയെ ഒരിക്കൽ പോലും യേശുക്രിസ്തു അമ്മ എന്ന സംബോധനയിൽ അല്ല അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ബൈബിൾ ദൈവജനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. എന്നാൽ ഏറ്റവും അവസാനമായി യേശുക്രിസ്തു ക്രൂശിതനായ സമയത്ത് ക്രൂശിന്റെ ചുവട് നയിക്കുന്ന യേശുവിന്റെ അമ്മയെ മറിയ, അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന യോഹന്നാൻ, ആ സന്ദർഭത്തിൽ ആ സമയത്തിൽ യേശു യോഹന്നാനെ വിളിച്ച് പറയുന്നു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്ന് മാത്രമല്ല അമ്മയോട് പറഞ്ഞു, മറിയയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യേശുക്രിസ്തു ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ മീറ്റിങ്ങിന്റെ സംഘാടകർ യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുവിന്റെ മറുപടി, എൻ്റെ അമ്മ ആര്, എൻ്റെ സഹോദരന്മാരാര്? സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്നാണ് നമ്മൾ കാണുന്നത്. മറ്റെല്ലാ സ്ഥലത്തും യേശുക്രിസ്തു മറിയെ സംബോധന ചെയ്തിരിക്കുന്ന അമ്മ എന്നല്ല, സ്ത്രീ എന്നാണ്. കാനാവിലെ കല്യാണത്തിന്റെ തീർന്ന സമയ കോൺവെർസേഷനിലൊക്കെ നമ്മൾ കാണുന്നത് യേശു സ്ത്രീയെ എന്നാണ് സംബോധന ചെയ്യുന്നത്. അതിന്റെ ആത്മീയമായ ഒരു സത്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. പിശാച് ഹവ്വായെ വഞ്ചിച്ചു, ആദാമൻ അതിന് പങ്കാളിയായി തീർന്നു. ആ സമയത്ത് ദൈവം വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഭൂമിയെയും പാമ്പിനെയും ശപിച്ചു, എന്നാൽ ആദാമിനെയും ഹവ്വായും ശപിച്ചില്ല, ശിക്ഷിച്ചു. ആദാം ഹവ്വാമാരെ ദൈവം ശപിച്ചില്ല, ദൈവം അവരെ ശിക്ഷിച്ചു. അതിന്റെ ആദാമിന്റെ ഒരു ശിക്ഷ, നെറ്റിയിലെ വീർപ്പ് കൊണ്ട് നീ അപവൃത്തി കഴിക്കേണ്ടി വരും എന്നായിരുന്നു ഒരു കാര്യം, ഒരു ഭാഗം. ഹവ്വയോട് പറഞ്ഞു, നീ വേദനയോടുകൂടെ മക്കളെ പ്രസവിക്കും എന്നുള്ളതായിരുന്നു ഒരു ഭാഗം. എന്നാല് പാമ്പിനെ ദൈവം ശപിച്ചു. ആ ശാപം ഇതായിരുന്നു, നീ ഉരസ്സുകൊണ്ട് ഗമിക്കുകയും നിലത്തൂടെ അഴിഞ്ഞ് സഞ്ചരിക്കും, നിലത്തിലെ പൊടി നിന്റെ ആഹാരമായിരിക്കും. ഭൂമിയെ ദൈവം ശപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മുള്ളും പറക്കാരിയും നിന്നിൽ നിന്ന് മുളയ്ക്കും. അപ്പോ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്, അതിന്റെ മുന്നോട്ട് നമ്മൾ വായിക്കാൻ കാണുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ പ്രവചനം, അത് പ്രവചന ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത് യേശു ക്രിസ്തുവാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്.
അപ്പോൾ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി സ്ത്രീയിൽ ജനിച്ചവനായിട്ട് ലോകത്തിന് അയച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ യൂദ യേശു ക്രിസ്തുവിന്റെ വീട്ടിലെ ജനിച്ച യേശുവിന്റെ ഇളയ സഹോദരനാണ്. അപ്പോൾ തന്നെ യൂദ തന്നെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ യൂദയുടെ ലേഖനം ഒരധ്യായമുള്ള അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ ഇവിടെ യൂദ തന്നെ ഇൻട്രൊഡ്യൂസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് യേശുവിന്റെ സഹോദരൻ എന്നല്ല, യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമാണ്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ഇത് ഏകദേശം AD 65 കൂടിയാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് ചരിത്രകാരന്മാര് അവകാശപ്പെടുന്നു. ഏകദേശം AD 65. ഇത് ആർക്കാണ് എഴുതിയതെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഹെഡിങ് തലക്കെട്ടിലൊന്നും കാണുന്നില്ല, ആർക്ക് എഴുതിയതാണെന്ന് കാണുന്നില്ല. പക്ഷെ ഇതിന്റെ ഈ മുന്നോട്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന അഭക്തരായ ചിലർ എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അല്ലെ തള്ളിപ്പറയുന്നവര് ആ കാലത്തും കൂടിവരവുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനികള് യഹൂദന്മാർ തന്നെയായിരുന്നു. അപ്പൊ ഒരുപക്ഷെ യഹൂദന്മാർ കൂടി വരുന്നിരുന്ന കൂട്ടായ്മയ്ക്കോ ഇനി അതിനേക്കാൾ ഉപരി ഇന്നും ലോകമെമ്പാടുമുള്ള സകല വിളിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ഇതിന്റെ ആമുഖം മുതൽ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1-ാം അധ്യായത്തില് യൂദ എഴുതുന്നത് 3 കാര്യം 1-ാം വാക്യത്തിൽ എഴുതുന്നത്. 1-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ ഒരധ്യായമുള്ളല്ലോ, 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 3 കാര്യം താൻ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്താൽ വിളിക്കപ്പെടുകയും യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവർ എന്ന് നമുക്ക് ആ 3 വാക്യങ്ങൾ ഒരുമിച്ച് വേണം എങ്ങനെ ചിന്തിക്കാം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടവർ ആണ് ഇന്ന് ഈ ഭൂമിയിലുള്ള ദൈവമക്കൾ. യേശു ക്രിസ്തുവിന് വേണ്ടി ആണ് അവർ സൂക്ഷിക്കുന്നത്, അവർ സൂക്ഷിക്കപ്പെടുകയാണ്. പിതാവായ ദൈവത്താൽ അവർ സൂക്ഷിക്കപ്പെടുന്നവരാണ്. ഇതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമ സന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവനായി നിർത്തുവാൻ കഴിയുന്നവന്. അത് നമ്മൾ വായിക്കുന്നത്. അപ്പോ നമ്മൾ സൂക്ഷിക്കുന്നവൻ പിതാവായ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. എന്തിനു വേണ്ടി സൂക്ഷിക്കുന്നു? നമ്മളെ സൂക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കുന്നു. അത് ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ദൈവ സ്നേഹത്താലാണ് നമ്മൾ വിളിച്ചതും യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മളെ സൂക്ഷിക്കുന്നതും എല്ലാം. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ദൈവത്തിന്റെ മഹാസ്നേഹമാണ്. ഈ സ്നേഹത്താൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ലളിതമായ, വളരെ നിസ്സാരമായ നമ്മുടെ ഒക്കെ വീടുകളിൽ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോയി എന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലിൽ പോയി നിന്നു. അപ്പൊ അവര് 1 മാസം 2 മാസം കൂടുമ്പോൾ ചിലപ്പോൾ വീട്ടിലോട്ട് വരും. വീട്ടിലേക്ക് വരുമ്പോ സാധാരണ വീട്ടിലുള്ള അമ്മമാര് ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആ മോനോ മോക്കോ ഇഷ്ടമുള്ള, ഭയങ്കര താല്പര്യമുള്ള ഏതെങ്കിലും ചില പലഹാരങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാറ് പതിവുണ്ട്. അങ്ങനെ ഇപ്പോ വല്ല കൊള്ളപ്പോ, നമ്മുടെ നാടൻ തിരുവിതാംകൂർ സ്റ്റൈലൊക്കെ അല്ല നാടൻ പലഹാരമായി കൊള്ളപ്പോ, അച്ചപ്പോ, അല്ല അങ്ങനെ ചിപ്സോ, വല്ല ചക്ക വറുത്തതോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി
വെക്കാറുണ്ട് അമ്മമാര്. കാരണം എന്നാ വെച്ചാൽ ഈ കുഞ്ഞ് ഹോസ്റ്റലിലെ കിട്ടി കഴിച്ചാൽ കഴിച്ചു അങ്ങനെയുള്ള രീതിയിലാണ് ആ കൊച്ചവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് ഈ സാധനം ഒരു ഉറുമ്പ് പോലും കയറാതെ ഈച്ചയൊന്നും കയറാതെ ഒരു ഉറുമ്പ് പോലും കയറാതെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും ദിവസങ്ങളോളം. എന്തിനാ വെക്കുന്നത്? ആ വെക്കുന്നത് വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയല്ല, അവരേറ്റവും സ്നേഹിക്കുന്ന അവരുടെ മോൻ വരുന്നുണ്ട് അല്ലെ മോള് വരും, അന്നേരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പിതാവായ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ കാന്തയായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാന്തയായി തീരാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അടുത്ത് ചിന്തിക്കുമ്പോൾ ആദാമിന് തക്ക തുണയായി ദൈവം ഹവ്വായെ ക്രമീകരിച്ചു കൊടുത്തു. അവിടെ നമ്മൾ കാണുന്ന കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ആദാം ഒരിക്കലും തൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് എനിക്ക് തന്നെ ഇരിക്കാൻ പ്രയാസമുണ്ട്, എനിക്കൊരു തുണ വേണം എന്ന് ഒരിക്കലും ആദാം ആവശ്യപ്പെട്ടില്ല. അത് ആവശ്യപ്പെടാതിരിക്കെ തന്നെ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ പറഞ്ഞില്ല, ദൈവം ആ മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുകയാണ്, മനുഷ്യന് വേണ്ടി ദൈവം കരുതുകയാണ്. ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, പിന്നെന്താ ചെയ്യണം? ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അവന് തുണ ഉണ്ടാക്കി കൊടുക്കും. അവന് ഒറ്റയ്ക്ക് നല്ലതല്ല, ശരിയല്ല. ഒറ്റയ്ക്ക് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തുണ ഉണ്ടാക്കി കൊടുക്കും. ആ തുണ ഉണ്ടാക്കി കൊടുത്തത് നമുക്കറിയാം. ആ തുണ എന്ന് പറയുന്നത് ഈ ആദാമിന്റെ ഒരു വാരിയൽ എടുത്തിട്ടാണ് ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി ദൈവം ആദാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദൈവത്തിന് വേണമെങ്കിൽ ആദാമിനെ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു സ്ത്രീയായ ഹവ്വായെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്തില്ല. കാരണം ഭേദിക്കാൻ കഴിയാതെ വന്നു. ഒന്നായി തീരണമെങ്കിൽ, ഒന്നായി ഇരിക്കണമെങ്കിൽ. ആദാം പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. അപ്പോ അങ്ങനെ വേർപെടുക്കാൻ, എന്നിട്ട് അവിടെ നമ്മൾ പറയുന്നു, ആകയാൽ മനുഷ്യന് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോസ്തലൻ പൗലോസും ഇതൊരു മർമ്മം ആണ് എന്ന് പറയുന്നുണ്ട്. ബൈബിളിലെ 13 മർമ്മങ്ങളെങ്കിലും ഉണ്ട്. ആ മർമ്മത്തിൽ ഏറ്റവും വലിയ മർമ്മം അപ്പോസ്തലൻ പൗലോസോട് എഴുതിയിരിക്കുന്നു, ഞാനിത് ക്രിസ്തുവിനെ സഭ ഉദ്ദേശത്തിന് പറയുന്നത്. ഈ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു സഭയുമാണ്. അപ്പോസ്തലൻ പൗലോസിന്റെ വെളിപ്പാടിനാൽ തനിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇത്. ഈ വിവാഹം, ഒരു വിവാഹത്തെ കുറിച്ചാണ് താനോട് പറയുന്നത്. ഈ വിവാഹം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെയും സഭയുടെ നിഴലാണ്. അപ്പോ ഈ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് പുറത്തു നിന്ന് കൊണ്ടുവന്ന ശരീരമൊന്നുമല്ല, നേരെ മറിച്ച് തൻ്റെ തന്നെ ശരീരമാണ്, തൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. തൻ്റെ അസ്ഥിയിൽ അസ്ഥി, തൻ്റെ മാംസത്തിന്റെ മാംസമാണ് എന്ന് മാത്രമല്ല, ദൈവം ഈ സ്ത്രീയെ സൃഷ്ടിച്ചതിന് ശേഷം ഈ സ്ത്രീക്ക് പ്രത്യേകമായ ജീവശ്വാസം ഒന്നും ഊതിയിട്ടില്ല. നേരെ മറിച്ച് ആദാമിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഈ ആദാമിലുള്ള ജീവന്റെ പങ്കാളിയാണ് ഈ ഹവ്വായി. ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ തന്നെയാണ് ഈ സഭയുടെ അഥവാ ശരീരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. അത് തമ്മിൽ ഒരിക്കലും വേർപെടുത്താൻ കഴിയത്തില്ല. ഇപ്പൊ തലയും ഉടലും തമ്മിൽ എങ്ങനെ വേർപെടുത്താൻ കഴിയും? അത് നിലനിൽക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് സഭയെ വേർപിരിക്കാൻ കഴിയത്തില്ല. സഭയിൽ നിന്ന് ക്രിസ്തുവിൽ സഭയെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം ആദിയിൽ അങ്ങനെ സൃഷ്ടിച്ചത്. അങ്ങനെ നമ്മുടെ ദൈവത്തിന് എന്ത് കാണും? അങ്ങനെ ദൈവം ആദിയിൽ സൃഷ്ടിച്ചത്. ഈ സദൂക്യര് യേശുവിനോട് ചോദിച്ചില്ല, ഏത് കാര്യം ചൊല്ലി, പരീശന്മാർ ചോദിച്ചു, ഏത് കാര്യം ചൊല്ലി സ്ത്രീയെ ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? കൊണ്ട് യേശുവിന്റെ മറുപടി, മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് അങ്ങനെ എഴുതേണ്ടി വന്നത്, അങ്ങനെ ഒരു പ്രൊവിഷൻ തന്നത്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം അങ്ങനല്ല. ദൈവത്തിന്റെ ഉദ്ദേശം അവര് വേർപെടുത്താൻ കഴിയാതെ വണ്ണം, വേർപിരിയാതെ വണ്ണം അവര് ഒരു ദേഹമായി, ഒരു ശരീരമായി എന്നേക്കും ആയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ താല്പര്യം. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം,
യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടതാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ഓരോ ദൈവമക്കളും. യേശു ക്രിസ്തു വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവനെ ക്രിസ്തുവിന്റെ ശരീരമായി സൂക്ഷിക്കപ്പെടുന്നതാണ്. ആ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദൈവത്താൽ വിളിക്കപ്പെട്ട ഈ വിളി എന്ന് പറയുന്നത്, നമ്മള് മത്തായി സുവിശേഷത്തില് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 13 ഉപമകളെങ്കിലും ഉണ്ട്. അതിൽ ഒരു ഉപമ ഇങ്ങനാണ്. ദൈവരാജ്യം ഒരു വലിയ ധനാഢ്യനായ വലിയൊരു രാജാവ് തൻ്റെ മകന് വേണ്ടി വിവാഹ സദ്യ നടത്തിയതിനോട് സാദൃശ്യമാണ്. അതിനെ അങ്ങനെ ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ കാണുന്നത്, ഈ ധനാഢ്യനായിരിക്കുന്ന രാജാവിന്റെ മോന് വേണ്ടിയാണ് വിവാഹ സദ്യ നടത്തുന്നത്. ആ വിവാഹ സദ്യ നടത്തുമ്പോൾ ആദ്യമേ കുറെ പേരെ വിളിച്ചായിരുന്നു. പക്ഷെ ആ വിളിച്ചവരാരും വിവാഹത്തിന് ചെന്നില്ല. പിന്നെയും കുറെ പേരെ വിളിച്ചു, അവരും ചെന്നില്ല. അവസാനം ഈ രാജാവ് പറഞ്ഞ കാര്യം ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കാണുന്നവരെല്ലാം വിളിച്ചോണ്ട് കാണുന്നവരൊക്കെ അവർ ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ അവർ യോഗ്യരാണോ എന്നുള്ളത് നോക്കിയിട്ടൊന്നല്ല വിളി വന്നത്. അവര് അവിടെ എഴുതിയിരിക്കുന്നു, അവർ കണ്ട ദുഷ്ടന്മാരെ നല്ലവരെ എല്ലാം വിളിച്ചു എന്ന് അല്ല, അവർ കൂട്ടിക്കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ പെട്ടവരാണ് ഞാനും. നമ്മള് ഇതിനെ നമ്മള് ദൈവ പാതപ്പെട്ടിരുന്നത്, ദൈവത്തിനെ ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നവരാണ്. അത് എന്തിനു വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു? ഈ ധനാഢ്യനായ ഈ മഹാരാജാവിന്റെ മോന്റെ വിവാഹ സദ്യക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോ ക്രിസ്തുവിന്റെ ആ വിവാഹത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. എന്നാൽ സാർവലൗകികമായ ഒരു വിളി നമ്മുടെ ദൈവത്തിന് മാറ്റി കാണുന്നത്, നമ്മളെ യെശയ്യാ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സകല ഭൂസീമാവാസികളും ആയുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ. അപ്പൊ അങ്ങനെ ഒരു വിളിയുണ്ട്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. അപ്പൊ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ആഹ്വാനം സകല ഭൂസീമാവാസികളോടുമുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെ ദൈവം വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ കാണുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിശ്വാസത്തോടുകൂടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കാൻ സാവകാശം, സമയം, അനുവാദം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അത് പൊതുവായിട്ടുള്ള വിളിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി അനേക ദൈവം വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയത് നമ്മൾ കാണുമ്പോൾ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് രാജ്യത്വം ഏറ്റെടുത്തതും രാജ്യം തനിക്ക് സ്വന്തമായി കിട്ടിയത്. അങ്ങനെ യെരുശലേമിൽ തന്റെ തലസ്ഥാനത്തിലേക്ക് സന്നിധിയിലേക്ക് രാജാവായി പോയ സമയത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ബർസില്ലായി എന്നൊരു വയോധികനായ ഒരു മനുഷ്യനെ രാജാവ് ആയിരിക്കുന്ന ദാവീദ് ക്ഷണിച്ചു. നീ എൻ്റെ കൂടെ പോര്, നിനക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം, യെരുശലേമിലേക്ക് നീ എൻ്റെ കൂടെ പോര്, എൻ്റെ അരമനയിൽ നിനക്ക് താമസിക്കാം, എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ആ വിളിയെ ബർസില്ലായി നിരസിച്ചു, രാജാവിനോട് പോയില്ല എന്നൊക്കെ നമ്മൾ പഴയ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇന്നും ഇങ്ങനെ ഈ യെരുശലേമിലേക്ക് പോകാനുള്ള വിളി നിഷേധിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നും ഉണ്ട്. അപ്പോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ കാണുന്നു, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ സ്നേഹിക്കപ്പെട്ട് നാം വിളിക്കപ്പെട്ട അങ്ങനെ നമ്മുടെ മേൽ ദൈവ വിളി നമ്മുടെ മേൽ വന്നു. ഇപ്പോ റോമലേഖനം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ഒരു ദൈവ വിളി പൗലോസിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പൗലോസിനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ആരും യാദൃച്ഛ്യമായി ദൈവത്തെ കണ്ടുമുട്ടിയവരല്ല, നേരെ മറിച്ച് ദൈവം നമ്മളെ കണ്ടുമുട്ടിയതാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, നാം ദൈവത്തെ കർത്താവിനെ തിരഞ്ഞെടുത്തല്ല. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് ഒരു നിത്യമായ ഒരു ഇന്റേണൽ പർപ്പസ്, നിത്യമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നുള്ളത് ദൈവം
എന്നുണ്ടോ അന്ന് മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ്. അത് മറഞ്ഞിരുന്ന വസ്തുതയാണ്, ഒരു മർമ്മമായിട്ട് മറഞ്ഞിരുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ഈ ക്രിസ്തുവിന്റെ സഭ എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു ദൈവഹൃദയത്തിൽ മറഞ്ഞിരുന്നതായ അതിപ്രധാനമായ ഒരു മർമ്മമായിരുന്നതാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചതും ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. നമ്മളെ സൂക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗം ഞാൻ വായിക്കുന്നു. അങ്ങനെ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നതാണ്. എങ്ങനെ വിളിക്കപ്പെട്ടവർക്ക്? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവർക്കും വേണ്ടി, അങ്ങനെ വിളിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് ഇത് എഴുതുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പം നിങ്ങൾക്ക് വർദ്ധിക്കണമെന്ന് എഴുതി, അല്ല ദൈവത്തിന് നിങ്ങളോടുള്ള കരുണയും സ്നേഹവും ഒക്കെ വർദ്ധിക്കട്ടെ എന്നല്ല. ദൈവത്തിന് എല്ലാ സമയത്തും ഇനി ദൈവത്തിന് കരുണയും ദൈവത്തിന് കരുണ വർദ്ധിക്കാനില്ല, സ്നേഹം വർദ്ധിക്കാനില്ല, സമാധാനം വർദ്ധിക്കാനില്ല. ദൈവം ഇതിന്റെ എല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഏറ്റവും ആത്യന്തികമായ പീക്ക് ലെവലിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് വർദ്ധിക്കട്ടെ എന്നല്ല, നിങ്ങൾക്ക്, അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വർദ്ധിക്കണം. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെന്നോ, ദൈവത്തിന് നിങ്ങളോട് കരുണ വർദ്ധിക്കട്ടെന്നോ, ദൈവത്തിന് നിങ്ങളോടുള്ള സമാധാനം വർദ്ധിക്കട്ടെ എന്നുമല്ല, വർദ്ധിക്കുമാറാകട്ടെ എന്നുമല്ല. നിങ്ങൾക്ക് ഇത് വർദ്ധിക്കണം. നിങ്ങൾക്ക് എന്തോ 3 കാര്യം വർദ്ധിക്കണം എന്നവിടെ എഴുതി. 1, നിങ്ങൾക്ക് കരുണ വർദ്ധിക്കണം. 2, സമാധാനം വർദ്ധിക്കണം. 3, സ്നേഹം വർദ്ധിക്കണം. കരുണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ കരുണ, കൃപ എന്ന 2 വാക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിനെ എൻ്റെ ഓർമ്മയിൽ വരുന്നു. കരുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും പാകപ്പിഴകളെ ദൈവം കണക്കിടാതെ നമ്മളോട് ക്ഷമിക്കുന്ന ആ പ്രക്രിയയാണ് കരുണ എന്നോട് ഉദ്ദേശിക്കുന്നത്. അത് ദൈവത്താൽ നമുക്ക് ലഭിച്ചു, നമുക്ക് കരുണ ലഭിച്ചു. അങ്ങനെ കരുണ ലഭിച്ചു എന്നുള്ളതിൻ്റെ മാർക്ക്, അങ്ങനെ നമുക്ക് കരുണ ലഭിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? അടയാളം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കും എന്ന് നമ്മൾ മത്തായി സുവിശേഷത്തിനകത്ത് ഒരു കാര്യം എടുത്ത് നമ്മൾ ചിന്തിച്ച് കണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ കരുണ വർദ്ധിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ കരുണ ഇല്ലാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ നമുക്ക് കരുണ വർദ്ധിക്കണം, നമ്മൾ കരുണയുള്ളവരായിരിക്കണം. കരുണ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു മനുഷ്യൻ എങ്ങനെ ഇടപെടുന്നോ, എങ്ങനെ ഇടപെട്ടാലും നമ്മൾ അവരോട് കരുണ ഉള്ളവരായിട്ട് ഇടപെടണം. അത് നമ്മൾക്ക് വർദ്ധിച്ചു വരണം. ഇന്ന് നമുക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ, നാളെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്നത്തേനേക്കാൾ അല്പം കൂടെ കരുണയോടുകൂടെ ഇടപെടാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കരുതാനും എല്ലാം നമുക്ക് ആ കരുണ, മറ്റുള്ളവരോട് കാണിക്കുന്ന അർഹത, ഒരു ദയ, മനസ്സലിവ്, ഇതെല്ലാം നമുക്ക് വർദ്ധിച്ചു വരണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വർദ്ധിക്കണം, കരുണ വർദ്ധിക്കുമാറാകട്ടെ. ഇനി കരുണ മാത്രം പോരാ, സമാധാനം വർദ്ധിക്കണം. സമാധാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിക്കുന്നു: എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തോട് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം സമാധാനം വന്നാൽ ആ സമാധാനം നമുക്ക് കിട്ടി എന്നുള്ളതിന്റെ തെളിവ്, അങ്ങനെ ദൈവമായിട്ട് ഞാൻ സമാധാനത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ബാഹ്യമായ ഒരു തെളിവ്, നമ്മൾ എല്ലാ മനുഷ്യരോടും നമ്മൾ സമാധാനം ആചരിക്കുന്നവരായിരിക്കും. ദൈവത്തിന്റെ സമാധാനം നമ്മൾ പ്രാപിച്ചവരാണെങ്കിൽ നമ്മൾ മനുഷ്യരോട് സമാധാനമായിട്ട് ഇടപെടുന്നവരായിരിക്കും, പ്രവർത്തിക്കുന്നവരായിരിക്കും, ചിന്തിക്കുന്നവരായിരിക്കും. 3-ാമത്തെ കാര്യം സ്നേഹമാണ്. സ്നേഹം വർദ്ധിക്കണം.
സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. സ്നേഹം തെറ്റായി ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വികാരമാണ് സ്നേഹം. സ്നേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ലവ് എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലവ് എന്നാണ്. എന്നാൽ ലവ് എന്നുള്ളതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് ലൈക്ക് എന്ന് പറയും. ലൈക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹമല്ല, ഇഷ്ടമാണ്. അപ്പൊ ഈ ലവിനെ, ഈ ലൈക്കിനെ, ഈ ഇഷ്ടത്തെ ലവ് ആയിട്ട് അഥവാ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ലവ് ആണോ ലൈക്കാണോ, സ്നേഹമാണോ ഇഷ്ടമാണോ എന്ന് അറിയാനുള്ള ഏക മാർഗം, ഈ സ്നേഹം ആണെങ്കിൽ ആ പ്രത്യേക ഡിമാൻഡുകളൊന്നും അതിലില്ല. ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന് അവൻ ഇന്ന മാതിരി എന്നോട് പ്രതികരിച്ചാൽ മാത്രമേ ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ എന്നുള്ള യാതൊരു ഡിമാൻഡും സ്നേഹമാണെങ്കിലില്ല. എന്നാൽ ഇഷ്ടമാണെങ്കിലുണ്ട്. കാരണം എൻ്റെ താല്പര്യം അനുസരിച്ച് അവൻ എന്നോട് പെരുമാറിയില്ല, അല്ലെങ്കിൽ എന്നോട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചില്ല, ആ ഡീലിങ് കൊടുക്കുവാങ്ങില്ല ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. അങ്ങനെ ആണെങ്കിൽ, അതിനകത്തൊരു അപാകത വരുന്നുണ്ടെങ്കിൽ, നമുക്കൊരു കയ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം അത് സ്നേഹമായിരുന്നില്ല, അത് ഇഷ്ടമായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ കാണിക്കുന്നത് ഇഷ്ടമല്ല, സ്നേഹമാണ്. അത് നമ്മൾ എങ്ങനെ ദൈവത്തോട് റിയാക്ട് ചെയ്ത്, നമ്മൾ എങ്ങനെ പ്രതികരിച്ചാലും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റമില്ല. ഒരിക്കലും 1% പോലും നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് കുറവ് വരുന്നില്ല. നമ്മൾ പഴയ നിയമത്തിന്റെ ഏറ്റവും അവസാന പുസ്തകമായ മലാക്കി നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന സത്യം, ആവർത്തിച്ച് ദൈവം പല സ്ഥലത്ത് പറയുന്ന കാര്യം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് സ്നേഹത്തിന് ഒരു കുറവുമില്ല, ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും വ്യവസ്ഥാധിഷ്ഠിതമല്ല. വ്യവസ്ഥകളിൽ അധിഷ്ഠിതമായത് സ്നേഹമല്ല, അത് ഇഷ്ടമാണ്, അത് ലൈക്കാണ്, ലവ് അല്ല. ഇവിടെ യൂദ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കണം. സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, എന്താണ് സ്നേഹം? യേശുക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രയോജനമുണ്ട്? പുറത്തുള്ളവർ അങ്ങനെ തന്നെ ചെയ്യും. യേശു എന്നിട്ട് പറഞ്ഞു, നമ്മൾ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കും. അപ്പോ പലപ്പോഴും നമുക്ക് കഴിയാതെ പ്രായോഗിക ജീവിതത്തിൽ ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ചെയ്യാൻ പ്രയാസമായിട്ട് വരുന്ന കാര്യം, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ദൈവം ശത്രുവായിരുന്ന എന്നെ ദൈവം സ്നേഹിച്ച പോലെ തിരിച്ച് ആ ശത്രുവായിരിക്കുന്ന ആ മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ എന്നോട് എങ്ങനെ പെരുമാറിയാലും, എന്ത് ചെയ്താലും, എന്ത് സംസാരിച്ചാലും, എങ്ങനെ ഇടപെട്ടാലും, ദൈവം എന്നെ സ്നേഹിച്ച പോലെ ഞാൻ അവനെ സ്നേഹിക്കണം എന്ന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മള് ഒരു നിലയം പഠിക്കുമ്പോൾ എന്താണ് സ്നേഹമെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നത്, ദയ കാണിക്കുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ടല്ലോ അവിടെ. എന്താണ് സ്നേഹമെന്ന് അവിടെ അതിൽ അവസാനം എഴുതിയിരിക്കുന്നത്, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ഉതിർന്നു പോകാന്ന് പറഞ്ഞാൽ അത് ലൂസായി പോകുന്നില്ല, തീർന്നു പോകുന്നില്ല, ഇല്ലാതായി പോകുന്നില്ല, അല്ല നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. അപ്പൊ സ്നേഹമാണെങ്കിൽ അതിന് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റം വരുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ഇടപെടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇടപെടുന്നതെങ്കിൽ അത് സ്നേഹമല്ല. സ്നേഹത്തിന് ഒരിക്കലും ഒരു മാറ്റം വരുത്തില്ല. സ്നേഹത്തിന് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ, നമ്മൾ ഈ ഹാർട്ടിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ, കുറെ കയറി കുറെ ഇറങ്ങി, കുറെ കയറി കുറെ. ഒരിക്കലും സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഗ്രാഫ് ഇല്ല. സ്നേഹത്തിന് എപ്പോഴും 90 ഡിഗ്രിയിലുള്ള ഒറ്റ നേർരേഖ മാത്രമേ ഉള്ളൂ, അതിന് ഒരിക്കലും മാറ്റമില്ല. ഇവിടെ യൂദ പറയുന്നു, നിങ്ങൾക്ക് കരുണ വർദ്ധിക്കണം, സമാധാനം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം. ഇത് 3 നിങ്ങൾക്ക് വർദ്ധിക്കണം.
ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ വർദ്ധിക്കണം. അപ്പോൾ പത്രോസ് ഇത് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സൗരപ്രീതിയും, സൗരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. അപ്പൊ ഇത് കൂട്ടേണ്ട ഉത്തരവാദിത്വം ദൈവം നിങ്ങൾക്ക് കൂട്ടിത്തരും എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കൂട്ടണം എന്ന് പറഞ്ഞാല് ആ ഉത്തരവാദിത്വം നമ്മുടേതാണ്. നിങ്ങൾ കൂട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞ പോലെ തന്നെ യൂദായോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വർദ്ധിക്കണം, ഇത് നിങ്ങൾക്ക് വർദ്ധിക്കണം. അതില്ലെങ്കിൽ വർദ്ധിക്കാനുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് എവിടാണോ ഉള്ളത്, നമുക്കിപ്പോൾ അരി തീർന്നു പോയി എന്ന് വിചാരിക്കുക. അരി തീർന്നു പോയാൽ ഉടനെ നമ്മൾ അരി വിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഓടിപ്പോകാറ്. അല്ലാതെ നമ്മൾ അരി തീർന്നു പോയാൽ ഒരു പെട്രോൾ പമ്പിലേക്ക് പോകില്ല അരി മേടിക്കാൻ വേണ്ടി, കാരണം അവിടെ അരിയില്ല. അപ്പൊ നമുക്ക് ഈ കരുണയോ സമാധാനമോ സ്നേഹമോ നമുക്ക് വർദ്ധിക്കുന്നില്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഏക സ്ഥലം ദൈവത്തിന്റെ പാദപീഠം മാത്രമാണ്. കാരണം ആ ദൈവത്തിലേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം അധികമായിട്ടുള്ളത്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ തരും. അല്ല മനുഷ്യൻ തരുന്ന പോലെ അല്ല ദൈവം തരുന്നത്. ആ പഴയ ദൈവത്തിലെ ഒരു സംഭവം നമുക്കറിയാലോ. ഇപ്പോ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും 2 അപ്പവും കൂടെ കൊടുത്താണ് തൻ്റെ ആഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിലേക്ക് അയച്ചത്. വിട്ടുകളഞ്ഞു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകളഞ്ഞു. ഒരു തുരുത്തി വെള്ളമാണ് കൊടുത്തത്. ഇത് വളരെ വേഗം തീർന്നു പോകുന്നത്, വളരെ വേഗം തീർന്നു പോയി, മരുഭൂമിയിൽ തീർന്നു പോയി. എന്നാൽ അവരവിടെ കരഞ്ഞ ദൈവത്തോട് കരയുന്നു. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ദൈവം ആഗാറിന്റെ നിലവിളി ദൈവം കേട്ടില്ല എന്നവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അങ്ങനെ എഴുതിയിരിക്കും, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ആഗാറും കരഞ്ഞായിരുന്നു. ആഗാറിന്റെ നിലവിളി കേട്ടോ കേട്ടില്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. കേട്ടിട്ട് അവിടെ കാണുന്ന കാര്യം, ദൈവം ആഗാറിന്റെ കണ്ണും തുറന്നു. അവളൊരു നീരുറവ കണ്ടു. ഈ നീരുറവ അന്നേരം ഉണ്ടായതല്ല. ഈ നീരുറവ യുഗങ്ങൾക്ക് മുൻപേയുള്ള നീരുറവയാണ്. ഞാൻ ആത്മീയമായിട്ട് ആ കാര്യം പറഞ്ഞത്. ആ നീരുറവ കാണാൻ കഴിയാതെ വണ്ണം ഈ ഹാഗാറിന്റെ കണ്ണ് മൂടപ്പെട്ടിരുന്നു, അടയപ്പെട്ടിരുന്നു. അത് ദൈവം ചെയ്തത്, ദൈവം ഹാഗാറിന്റെ കണ്ണ് തുറന്നു. ഇതുപോലെ ദൈവം വേണ്ട വിധത്തിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുവാണെങ്കിൽ നമ്മുടെ അപര്യാപ്തത, നമ്മുടെ കരുണയുടെ കുറവ്, നമ്മുടെ സമാധാനത്തിന്റെ കുറവ്, നമ്മുടെ സ്നേഹത്തിന്റെ കുറവ് നമ്മൾ കണ്ടിട്ട് നമുക്ക് നിലവിളിക്കാനുള്ള ഏക സ്ഥലം ദൈവത്തിന്റെ ദൈവസന്നിധിയാണ്. അവിടുന്ന് മനുഷ്യൻ കൊടുക്കുന്ന പോലെയല്ല, അത് ധാരാളമായിട്ട് ഒരിക്കലും പറ്റിപ്പോകാത്ത വിധത്തിൽ ഇത് തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം എല്ലാവരോടും ധാരാളമായിട്ട് ദൈവം കൊടുക്കാൻ സന്മനസ്സുള്ളവനാണ്. യേശു ക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പോലും യേശു പറഞ്ഞത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പൊ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി കിട്ടുന്നില്ല എങ്കിൽ, അധികമായി നമ്മൾ ഇല്ല എങ്കിൽ, അത് ഈ സ്നേഹം അധികമായി ഇല്ല എങ്കിൽ, കരുണ അധികമായി ഇല്ല എങ്കിൽ, സമാധാനം അധികമായി ഇല്ല എങ്കിൽ, അതിന്റെ ഏക കാരണം നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തോട് യാചിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. അപ്പൊ ദൈവത്തോട് ആ കാര്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് മേലാൽ ഇനി ദൈവം തരുന്ന ആയുസിന്റെ നാടുകളിൽ യൂദ എഴുതിയിരിക്കുന്ന പോലെ കരുണയുള്ളവരും സമാധാനമുള്ളവരും സ്നേഹമുള്ളവരും ഇതിൽ വർദ്ധിച്ചു വരുന്നവരുമായി പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനാൽ നാം സൂക്ഷിക്കപ്പെടുന്നവരാണ് എന്നുള്ള ആ ഉത്തമമായ ഉൾബോധ്യത്തിൽ എന്ന് മാത്രമല്ല, ദൈവം നമ്മളെ വിളിച്ചതാണ്. ദൈവം നമ്മളെ വിളിച്ചതാണ്. ആ ഒരു വിളി നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ വചനത്തിന് മുമ്പായി ആയിരിക്കുന്നത്. ആ വിളിയിൽ നമ്മുടെ ഹൃദയവും ശ്രദ്ധയും എല്ലാം 100% ഉറപ്പിക്കണം. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുകയും, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കും നമ്മുടെ വിളി,
നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മളെ വിളിച്ചു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുവാൻ തക്കോണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദൈവത്തിന്റെ താല്പര്യമാണെങ്കിൽ, ദൈവത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ, ദൈവം സമ്മതിക്കുന്നെങ്കിൽ, അനുവദിക്കുന്നുവെങ്കിൽ ഇതിന് ബാക്കി കാര്യം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കാൻ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.